എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം. ഒരു വാർത്തയാണ്, ഇന്ന് വന്ന വാർത്തയാണ്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കഴിഞ്ഞ 50 ദിവസമായി ജയിലിൽ കഴിയുകയാണ് CPM പാളയം ലോക്കൽ സെക്രട്ടറി IP ബിനു. കടുത്ത പ്രമേഹ രോഗബാധിതനായി കാലുകളിൽ മരവിപ്പ് ബാധിച്ച അവസ്ഥയിലാണ് ബിനുവെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ ഇയാളെ വിലങ്ങണിയിച്ച് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ എത്തിച്ചിരുന്നു. ചേട്ടാ, ഇതിന്റെ വിഷ്വൽസ്, അദ്ദേഹത്തെ കൊണ്ടുവന്ന വിഷ്വൽസ് ഒക്കെ ഉണ്ടായിരുന്നു. IP ബിനുവിനെ കൊണ്ടുവന്ന വിഷ്വൽസ് ഒക്കെ സോഷ്യൽ മീഡിയ വൈറലായിരുന്നു. എന്ന് തോന്നുന്നു ചേട്ടാ, നമ്മുടെ പിണറായി വിജയനും മകൾക്കും വേണ്ടിയിട്ട് ഇങ്ങനെ പോരാടിയിട്ട് അവസാനം ഇങ്ങനൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നല്ലോ ബിനു. അനീഷ പറഞ്ഞതുപോലെ IP ബിനുവിന്റെ ഒരു ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അദ്ദേഹം എന്നുള്ളത് ഇത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിലൊക്കെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് അദ്ദേഹം അഭിനയമാണ്, കണ്ണുകളിൽ ആ ഒരു ദയനീയത ദൃശ്യമാണ്. കാരണം IP ബിനു എന്ന വ്യക്തിയെ, ഈ പാളയം ലോക്കൽ സെക്രട്ടറിയെ തിരുവനന്തപുരംകാർക്ക് അറിയാം. കാരണം ഒരു പുലിയെ പോലെ നടന്നിരുന്ന സഖാവാണ്. കാരണം എല്ലാത്തിനും ഞാനാണ്, എല്ലാം എന്നെ ചുറ്റിപ്പറ്റിയാണ് നടക്കുന്ന ഒരു സഖാവിൻ്റെ ഒരു സ്ഥിരം ധാർഷ്ട്യമുണ്ടല്ലോ. ആ ധാർഷ്ട്യത്തോടു കൂടി ആരെയും ആക്രമിക്കാനും എന്ത് അക്രമത്തിനും മുന്നിട്ടിറങ്ങുവാനും തയ്യാറുള്ള, പാർട്ടിക്ക് വേണ്ടിയിട്ട് തയ്യാറുള്ള ഒരു നേതാവായിരുന്നു. പാർട്ടി ഗുണ്ടയായിരുന്നു എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഇപ്പോൾ അകത്ത് കിടക്കുന്നത്. പിന്നെ ഇതിൽ ആകെയുള്ള ഒരു സമാധാനം എല്ലാം കാരണഭൂതനും മകൾക്കും വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ IP ബിനുവിൻ്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ, IP ബിനു ഈ പാർട്ടിക്കാർ പറയുന്നത് പോലെ അത്ര നിഷ്കളങ്കനായ ഒരു വ്യക്തിയൊന്നുമല്ല. അദ്ദേഹത്തിന്റെ പേരിൽ കാപ്പയില്ല, അങ്ങനെയില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ സുഗതന്റെ പേരിൽ കാപ്പ എന്തിനാണ് ചുമത്തിയെന്നുള്ളത് നമുക്കറിയാം. സുഗതനെ വെച്ചിട്ടാണ് അവർ ഈ കൊള്ളിച്ച് പറയുവാൻ ശ്രമിക്കുന്നത്. പക്ഷേ IP ബിനുവും സുഗതനും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുന്നതാണ്. സുഗതൻ ഉണ്ടാക്കിയിട്ടുള്ള തല്ലുകൾ മുഴുവൻ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ്. IP ബിനു പാർട്ടിക്ക് വേണ്ടി നാട്ടുകാരെ തല്ലുകയാണ് മിക്കവാറും ചെയ്തിട്ടുള്ളത്. സാധാരണക്കാരായിട്ടുള്ള നാട്ടുകാരെ, ഗുണ്ടാപ്പിരിവ് ഉൾപ്പെടെ അവസാനം ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുന്നത് പോലെ. IP ബിനുവിന് പറ്റിയൊരു പാളിച്ച എന്ന് പറയുന്നത്, IP ബിനു വിചാരിച്ചത് ഈ ED ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിറ്റി കോളേജിന്റെ ഫ്രണ്ടിൽ വെച്ച് പലപ്പോഴും സമരം ചെയ്യുമ്പോൾ ഈ സഖാക്കന്മാർ, വലിയ സഖാക്കന്മാർ താടിക്കിട്ട് തട്ടുന്ന സാധാ സംസ്ഥാന പോലീസാണ് എന്നൊരു തെറ്റിദ്ധാരണ IP ബിനുവിനെ പോലുള്ള സഖാക്കന്മാർക്കുണ്ടായിരുന്നു. ഈ തെറ്റിദ്ധാരണ പാർട്ടി പണ്ട് മുതലേ അവരുടെ ഈ കുട്ടി സഖാക്കളുടെ ഇടയിൽ ഉണ്ടാകും. കാരണം പുന്നപ്ര വയലാർ സമരത്തിന്റെ കാലത്ത് മുതൽ പോലീസുകാർ വെടിവെക്കുമ്പോൾ അതിൽ നിന്ന് മുതിരയെ വരൂ, അതുകൊണ്ട് വാരിക്കുന്തവും കൊണ്ടങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പോലീസുകാരെ മുഴുവൻ കൊന്നൊടുക്കാമെന്ന് പറഞ്ഞിട്ടില്ല നേതാക്കന്മാർ. VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവർ അവിടുന്ന് അപ്രത്യക്ഷരായി. പാവങ്ങൾ ആയിരങ്ങൾ പോയി പോലീസിന്റെ വെടികൊണ്ട് മരിച്ചു. ആ ഒരു ചോരയുടെ പുറത്താണ്, അങ്ങനെ പറഞ്ഞു പറ്റിച്ചു ഉണ്ടാക്കിയ രക്തസാക്ഷികളുടെ ചോരയുടെ പുറത്താണ് കേരളത്തിൽ പാർട്ടിയുടെ അടിത്തറ തന്നെ കെട്ടിപ്പടുത്തിരിക്കുന്നത്. പിന്നീട് പാർട്ടിക്ക് ഒരു ക്ഷീണം നേരിടുന്ന സമയത്താണ് കൂത്തുപറമ്പിൽ പുഷ്പനെ ഉണ്ടാക്കിയെടുത്തത്. ഈ അടുത്തിടയ്ക്കും അതിൻ്റെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ഓർമ്മയുണ്ടാവും, പല സമരങ്ങളുടെയും ഇടയിൽ നമ്മുടെ A.A. റഹീമൊക്കെ ചെന്നിട്ട് അവിടെ ഇരിക്കുക. ലേറ്റസ്റ്റ് ഇപ്പം മറ്റേ DYFI പിള്ളേരെ മുന്നോട്ട് നിർത്തിയിട്ട് റഹീമിനെ അവിടെ എങ്ങും കാണാനില്ല. ആ രീതിയിലുള്ള എനിക്കിത് പറയുമ്പോൾ ഓർമ്മ വരുന്നത് മറ്റേ സുരേഷ് കൃഷ്ണ പറയുന്നല്ലോ, നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക, അതെ നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുക, ഞാൻ വക്കീലിനെ കൊണ്ട് വരാമെന്ന് പറഞ്ഞതുപോലെയാണ് ഈ റഹീമിന്റെ എന്നല്ല, അത് റഹീമിന്റെ മാത്രം പ്രത്യേകത, എല്ലാ പാർട്ടിയുടെ ഒരു പ്രത്യേകതയാണ്. അണികളെ കൊലക്കി കൊടുക്കുക. അണികളിൽ ഒരു പരിധി കഴിയുമ്പോൾ ഈ വലിയ ബലി കൊടുക്കൽ വേണ്ടി വരുമ്പോൾ IP ബിനുവിനെ പോലുള്ളവരെ ബലിയാടാക്കുക. പക്ഷേ ഇതിൻ്റെ ഒരു വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്നൊക്കെ പറയുന്നതല്ല, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്നൊക്കെ പറയുന്നത് ബിനു ഇപ്പോൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തിനു വേണ്ടിയിട്ടാണ് ബിനു അകത്ത് കിടക്കുന്നത്? വീണ തായ്ക്കണ്ടി അഥവാ വീണ വിജയന്റെ കുറെ പേരുണ്ട് ഇതിൽ, ഏതാണ് ഔദ്യോഗികം എന്നുള്ളത് ഇനി അവസാനം ED വീണ റിയാസ് ആണോ എന്നുള്ളത് അവസാനം പിടിച്ചകത്തിടുന്ന ഒരു അവസരം വരികയാണെങ്കിൽ ജയിൽ രേഖകളിൽ കൃത്യമായിട്ടുള്ള പേരുകൾ വരുമായിരിക്കും. അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ വീണ വിജയൻ മാസപ്പടി വാങ്ങി എന്നുള്ള ഒരു കേസിനാണ്. രാഷ്ട്രീയത്തിൽ യാതൊരു പദവിയും വഹിക്കാത്ത, പാർട്ടിയിൽ യാതൊരു പദവിയും വഹിക്കാത്ത ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ്. ആലോചിക്കേണ്ട കാര്യം, ഇത് പിണറായി വിജയന് നേരെയുള്ള ഒരു അന്വേഷണം ആയിട്ടില്ല ഇതുവരെ. ആയിക്കൂടുന്നില്ല, ഭാവിയിൽ അത് അങ്ങനെയും സംഭവിച്ചേക്കാം. പക്ഷെ ഇപ്പോൾ സംശയിക്കുന്നവരുടെ പട്ടികയിലുള്ളത് ആകെ വീണ വിജയൻ മാത്രമാണ്. അല്ല ചേട്ടാ, പിണറായി വിജയനെ സംശയിക്കുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. പിന്നെ ഇന്നലെ വന്നൊരു വാർത്തയിൽ പറയുന്നത് ED സ്വത്ത് കണ്ടുകെട്ടിയേക്കും എന്നുള്ള ഒരു രീതിയിൽ വാർത്ത വന്നിട്ടുണ്ട്. നടപടികൾ സ്വീകരിച്ചു. അവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ടത് പിണറായി വിജയന്റെ വ്യക്തിപരമായിട്ടുള്ള സ്വത്തുക്കളല്ല ED കണ്ടുകെട്ടാൻ ഇപ്പോൾ ഒരുങ്ങുന്നത്, ഇപ്പോഴത്തെ ഈ നിമിഷം ഒരുങ്ങുന്നത്. വീണ വിജയനാണ് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്നത്. പാർട്ടി സെക്രട്ടറിയുടെ മകൾ സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയും ഒരു അന്വേഷണ ഏജൻസി അതിനെ, അതും പിണറായി സർക്കാരിന്റെ സമയത്തുള്ള ഉണ്ടാകുന്ന സമയത്ത് അവരെ സംരക്ഷിക്കുവാനായിട്ട് പാർട്ടി ഇറങ്ങുന്നു. ശരി, എല്ലാ പാർട്ടി നേതാക്കളുടെ കാര്യത്തിലും ഇത്തരത്തിലൊരു നടപടിയാണോ
ഇവർ കൈക്കൊള്ളാറുള്ളത്. അല്ല, കോടിയേരി ബാലകൃഷ്ണന്റെ മകനെ മയക്കുമരുന്നിന്റെ കേസിൽ പിടിച്ചുകൊണ്ട് പോയപ്പോൾ അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെന്ന് കോടിയേരി ബാലകൃഷ്ണനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചിട്ടുണ്ട് പാർട്ടി. പിണറായി വിജയൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ED ഇപ്പോൾ പറയുന്നത് മുതിർന്ന നേതാക്കൾ പിന്നിൽ നിന്ന് ആഹ്വാനം ചെയ്ത് അണികളെ അക്രമാസക്തരാക്കുകയാണ് എന്നുള്ളതാണ്. അതിൽ തന്നെ ഈ IP ബിനുവിനെ പോലെയുള്ളവർ ഒരു കവറിൽ നിറച്ച് മുട്ടയുമായി ചെന്ന് ആ മുട്ട കാറിന്റെ ഗ്ലാസ്സിലേക്ക് എറിഞ്ഞ് കാഴ്ച മറച്ച് വാഹനം നിർത്തേണ്ടി വന്നൊരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഈ അക്രമം അഴിച്ചുവിട്ടത്. അതുകൊണ്ട് തന്നെ ഗുരുതരമായൊരു പ്രശ്നമാണ്. ഇവർ ഈ പറയുന്നത് പോലെ അത്ര നിസ്സാരമായിട്ടുള്ളൊരു പ്രശ്നമല്ല. കേന്ദ്ര ഉദ്യോഗസ്ഥന്മാരെ, കേന്ദ്ര ഏജൻസിയുടെ, അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥന്മാരെ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ നിന്ന് തടയുക മാത്രമല്ല, ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ വധശ്രമം വരെ നടത്തി എന്നുള്ളതാണ് കേസ്. അത് കണ്ടാലറിയാം. അത്ര നിസ്സാരമായിട്ട് ഭയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശമല്ല അവിടെ നടന്നിട്ടുള്ളത്. കാറിന്റെ ഗ്ലാസ് അടിച്ച് പൊടിക്കുക, അതിന് പറയുമ്പോഴത്തേക്ക് പറയാം കമ്മ്യൂണിസ്റ്റുകാരനായ CITU-കാരനായിട്ടുള്ള ഒരു പാവൻ ഡ്രൈവർ ഇപ്പോൾ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നടക്കുന്നുണ്ട്. പാർട്ടി തന്നെ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞിട്ട് ഒന്നും നടക്കുന്നില്ല. പാർട്ടി കൈ ഒഴിഞ്ഞു. അവസാനം ED ഉദ്യോഗസ്ഥരെ കൊടുത്തു. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആർക്കെങ്കിലും അങ്ങോട്ട് കാശ് കൊടുക്കുന്നത്. സാധാരണ അവരെല്ലാം പിടിച്ചെടുത്ത് ഈ കള്ളപ്പണം പിടിച്ചെടുത്ത് വെക്കുകയായിരിക്കും. അതും എന്തായാലും നന്മയുള്ള കേരളത്തിൽ അതും സംഭവിച്ചു. അത് കാരണം ഇനി വേണമെങ്കിൽ പറയാം ED കേരളത്തിൽ എത്തിയപ്പോൾ കൂടുതൽ നന്മയുള്ളവരായി എന്ന് നമുക്ക് വേണമെങ്കിൽ അവകാശപ്പെടാം. അതിന് ഈ സാഹചര്യം ഒരുക്കപ്പെട്ടു. പക്ഷേ ഇത് ഈ IP ബിനുവിനെയും വീണയും ഒന്ന് താരതമ്യം ചെയ്താൽ എന്തൊരു ഗതികേടാണെന്ന് ആലോചിച്ച് നോക്കൂ. കാരണം ഈ പാളയം ലോക്കൽ സെക്രട്ടറി എന്നൊക്കെ പറയുന്ന അത്ര നിസ്സാരമായിട്ടുള്ള പദവിയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അത് വലിയ പദവിയാണ്. പുള്ളിക്കാരൻ ജയിലിൽ കഷ്ടപ്പെടുന്നു. കാല് മുറിച്ച് മാറ്റേണ്ട അവസ്ഥ വരുമെന്നാണ് സഖാക്കൾ പറയുന്നത്. അതിനി അവരുടെ ആഗ്രഹമാണോ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പണ്ടേ അവന്റെ കാല് വെട്ടിയെടുക്കണമെന്ന് ബക്കറ്റ് പിരിവ് നടത്താമെന്നുള്ള IP ബിനുവിന്റെ കാലിന് ഒരു 50 രൂപ എന്ന് പറഞ്ഞ് ഇറങ്ങും അവന്മാര്. കാരണം അത്ര ഒരു നാണം കെട്ട ഒരു രീതിയിലാണ് ഈ സംവിധാനത്തെ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിണറായിയുടെ മകളാണെങ്കിൽ AC റൂമിൽ സുഖമായിട്ട് കഴിയുന്നു. കാരണം അടിസ്ഥാനപരമായിട്ട് എന്താണ്, രാവിലെ വരുന്നു, EDയുടെ AC ഉള്ള 10 മണിക്കൂർ ചോദ്യം ചെയ്യപ്പെടുന്നു. ഇനിയിപ്പോ ജയിലിൽ പോയാൽ സാഹചര്യം അതീവ സുരക്ഷയില് വന്ന് മാധ്യമങ്ങൾക്ക് പോലും മുഖം അധികം കൊടുക്കാതെ മുഹമ്മദ് റിയാസ് പുറത്തു വന്ന് ഒളിച്ചിരിക്കുന്നു വിളിച്ചു കൊണ്ടുപോകാനായിട്ട്. അത്തരത്തിൽ അവരുടെ ജീവിതം ഇങ്ങനെ സുഗമമായി മുന്നോട്ട് പോവുകയാണ്. IP ബിനുവിന് ഇനി മുന്നോട്ട് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു പിടിപാടുമില്ല. ഈ പ്രമേഹം സത്യമാണെങ്കിൽ അത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം ജയിലധികൃതരുടെ ഭാഗത്തു നിന്ന് ഇതുവരെ വന്നിട്ടില്ല. പാർട്ടി സഖാക്കൾ പറയുന്നതിൽ ഒരു 50% സത്യാവസ്ഥ ഉണ്ടെങ്കിൽ, കൃത്യമായി ചികിത്സ കിട്ടിയില്ലെങ്കിൽ ചികിത്സ ലഭ്യമാക്കും. പക്ഷേ ഈ പ്രമേഹം ഏതെങ്കിലും ഒരു അവസരത്തിൽ, കാരണം ഈ ജയിലിലെ സാഹചര്യം എന്നുള്ളത് കൃത്യമായിട്ട് വീട്ടിൽ കിടന്ന് സുഖസൗകര്യത്തോടുകൂടി ഇൻസുലിനുമൊക്കെ എടുത്ത് ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് ആവശ്യമുള്ളത് മാത്രം കഴിച്ച് ജീവിക്കുക, അങ്ങനെയുള്ളൊരു സാഹചര്യം അല്ല ജയിലിൽ. അതുകൊണ്ട് തന്നെ കാല് മുറിച്ചു മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ IP ബിനു ആര് തന്നെ ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ഗുണ്ടയും ആയിക്കോട്ടെ, ഒരു മനുഷ്യന് അങ്ങനെ ഒരു വിധി വരിക, അതും തൻ്റേതല്ലാത്ത കാരണങ്ങളാൽ എന്ന് പറഞ്ഞാൽ കയ്യിലിരിപ്പിന്റെ പേരിലാണ് അകത്ത് കിടക്കുന്നത്, അത് നാം മറക്കരുത്. പക്ഷേ IP ബിനു ആർക്ക് വേണ്ടിയിട്ടാണ് ഈ മുട്ട എറിയാൻ പോയത്? IP ബിനുവിന് വേണ്ടിയിട്ടല്ല, പാർട്ടിക്ക് വേണ്ടിയിട്ട് പോലും അല്ല. പാർട്ടിയുടെ തലവന്റെ ഒരു ഏകഛത്രാധിപതിയുടെ മകൾക്ക് വേണ്ടിയിട്ട്. ആ മകൾക്ക് പാർട്ടിയിൽ യാതൊരു സ്ഥാനവുമില്ല, യാതൊരു പങ്കുമില്ല. വീണ വിജയന്റെ ജീവിതകാലത്ത് ഇന്നേ വരെ മുഷ്ടി ചുരുട്ടി ഒരു മുദ്രാവാക്യം പോലും വിളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടി പ്രവർത്തകയല്ല. അവരെ വളരെ താലോലിച്ച്, വളരെ സംരക്ഷിച്ച്, പൊതിഞ്ഞു പിടിച്ച് പിണറായി വിജയൻ വളർത്തിക്കൊണ്ട് വന്നതാണ്. ഇപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ IP ബിനുവിനെ പോലെയുള്ളവരോ, അവരെ ഒരു പാർട്ടിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അണികൾ അവർക്ക് വേണ്ടിയിട്ട്, ആ നേതാക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടാൽ അത് തെറ്റോ ശരിയോ എന്നുള്ള വിഷയം അവിടെ നിൽക്കട്ടെ ഒരു നിമിഷത്തേക്ക്. അതിനും അപ്പുറത്തേക്ക് സംരക്ഷിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ്. സംരക്ഷിക്കുക എന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ ചെന്ന് പെടാതിരിക്കുക, അണികളെ പ്രേരിപ്പിക്കുക, അതാണ് പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തം. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ രാഷ്ട്രീയ പാർട്ടിയാണ്, പലപ്പോഴും തെരുവിൽ പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളും നടത്തുമ്പോൾ സംഘർഷം ഉണ്ടാകാറുണ്ട്. സംഘർഷം ഉണ്ടായാൽ തന്നെ എനിക്ക് എൻ്റെ മകളുടെ കാര്യം മാത്രം നോക്കിയാൽ മതി, IP ബിനു എങ്ങനെയോ മുടിഞ്ഞു പോകട്ടെ എന്നുള്ളൊരു രീതിയിൽ ഇത് കൈകാര്യം ചെയ്യുന്നതാണ്. വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യുന്നതിന്റെ ഒരു ദയനീയതയായിരിക്കണം IP ബിനുവിന്റെ മുഖത്ത്. ചേട്ടാ, ഇതിന്റെ കൂടെ വേറെ കാര്യം കൂടെ പറയണ്ട. ഇപ്പം ഞാൻ തന്നെ കുറെ തവണ വാർത്ത എടുത്താണ്. ഇപ്പം അണികൾക്കിടയിൽ തന്നെ ഇതിങ്ങനെ ഒരു സംസാര വിഷയം വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്നത് ആകെ ഗോവിന്ദ മാസ്റ്റർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ഇപ്പൊ വീണ്ടും ഈ CPM-ന്റെ നേതൃസ്ഥാനത്ത്
വീണ്ടും ചുമതല വന്നിട്ടുമുണ്ട്, ഇവരെ മാറ്റിയിട്ടുമില്ല. അപ്പം ഇവർക്കെതിരെ ഇപ്പൊ ഏരിയ കമ്മിറ്റി, ഇവര് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഏരിയ കമ്മിറ്റി സമ്മേളനങ്ങളൊക്കെ നടത്തിയപ്പോൾ അതിൽ ഇവർക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധങ്ങളും ഒക്കെ വന്നിരുന്നു. അപ്പം ഈ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതാണ്, പിണറായി വിജയന്റെ മകളെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ ഈ അന്നേരം ഈ കോടിയേരി ബാലകൃഷ്ണ വിഷയമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പം ഇവർക്കിടെ അണികൾ ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു സ്വാരസ്യമുണ്ട്, ഇവർക്കെതിരെ അതൃപ്തി കഠിനമായിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയൻ പാർട്ടിയുടെ ആന്തരിക വൃത്തങ്ങളിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു ശക്തി സ്വാധീനം ഇപ്പോഴും നിലനിർത്തുന്നു, കുറച്ചെങ്കിലുമായിട്ട്, കാര്യമായിട്ട് തന്നെ. അല്ലെങ്കിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ് പോലും ആകേണ്ടതല്ല. എം വി ഗോവിന്ദന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എം വി ഗോവിന്ദനും പിണറായി വിജയനും ഇനി വരുവാൻ പോകുന്നത് ഇങ്ങനെ പരസ്പരം താങ്ങി നിൽക്കുന്ന രണ്ട് വടികൾ പോലെയാണ്. കാരണം അതിന് വേറെ ഒരിടത്തും താങ്ങില്ല, രണ്ടും കൂടി ഒരുമിച്ച് പാർട്ടി പ്രവർത്തകരുടെ തലയിലേക്ക് വീഴുകയുള്ളൂ. ആ അവസരത്തിലാണ്, കാരണം വെച്ചാൽ പിണറായി വിജയന്റെ ഒരു മനോഭാവം ഞാൻ ആദ്യമേ ഗണിച്ചിട്ടുള്ളതും പലയിടങ്ങളിലും പറഞ്ഞിട്ടുള്ളതും തനിക്ക് ശേഷം പ്രളയം എന്നുള്ളത്. ഈ അദ്ദേഹത്തിന്റെ കാലശേഷം പാർട്ടി നശിച്ച് നാറാണക്കൽ എടുത്തു പോയാലും അദ്ദേഹത്തിനൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. നമുക്ക് കമ്മ്യൂണിസം എന്ന് പറയുന്നൊരു പ്രസ്ഥാനം, ആ ഒരു ആശയം നശിച്ച് മണ്ണടിഞ്ഞു പോകുന്നതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ പാർട്ടി പ്രവർത്തകർ ചിന്തിക്കണം, ഇത്തരത്തിലൊരു നേതാവിനെ അവർക്ക് ആവശ്യമുണ്ടോ. ഒരു കാര്യം അനീഷ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അന്നത്തെ ആ ഒരു സംഘർഷത്തിനും വ്യാപകമായ അറസ്റ്റുകൾക്കും ശേഷം വീണാ വിജയൻ ചോദ്യം ചെയ്യാനായിട്ട് വിളിക്കപ്പെടുമ്പോഴൊന്നും അണികളെ ഒരിടത്തും കാണാനുണ്ടായിരുന്നില്ല. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, അണികൾക്കിടയിലെ അതൃപ്തി. രണ്ട്, ഈ വിഷയത്തിന്റെ ഗൗരവം നേതാക്കൾക്ക് പോലും മനസ്സിലായത് ഈ അക്രമം കഴിഞ്ഞ് ഇതിനുമേലുള്ള നടപടികൾ തുടങ്ങിയപ്പോഴാണ്. രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് ഇവരായിട്ട് തന്നെ ഇപ്പം ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവരുടെ വീട്ടിൽ ഈ അണികളുടെ വീട്ടിൽ പോയപ്പോഴാണ് അവരുടെ ഒരു യഥാർത്ഥ അവസ്ഥ. ഇവർ തന്നെ വീടിന്റെ ഗതി കണ്ടു കഴിഞ്ഞാല് പിണറായി വിജയന്റെ വീടും അല്ലെങ്കിൽ പിണറായി വിജയൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു വീടുണ്ട്, അവിടെയാണ് ഈ റെയ്ഡ് നടത്തി. ആ വീട് കണ്ടാൽ തന്നെ സാധാരണക്കാരനായ അണി വിചാരിക്കുന്ന അതെന്തോ കനകക്കുന്ന് കൊട്ടാരമാണെന്നാണ്. അപ്പൊ ശരിക്കുള്ള യഥാർത്ഥത്തിലുള്ള ഇവരുടെ സ്വത്ത് വിവരങ്ങളും ആസ്തി വിവരങ്ങളും ഒക്കെ പറയുമ്പോൾ അത് ബൂർഷ്വ പത്രങ്ങൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ മനോരമ മാത്രമായിരുന്നു. മനോരമ ഇപ്പോൾ മറ്റു പലരെയും കുറിച്ച് അത് എഴുതാറുള്ളതുകൊണ്ട് അവരുടെ ഒരു ക്രെഡിബിലിറ്റി തന്നെ അവർ നശിപ്പിച്ചു. മാപ്പിളയുടെ കാലത്തുണ്ടായിരുന്ന ഒരു ക്രെഡിബിലിറ്റി, എന്തൊക്കെ പറഞ്ഞാലും ഒരു ക്രെഡിബിലിറ്റി ഉണ്ടായിരുന്നു. കാരണം ഈ വേലത്തരം കാണിച്ചാലും അതിലൊരു പ്രൊഫഷണലിസം ഉണ്ടാകുമെന്നുള്ളൂ. ഇപ്പൊ പ്രൊഫഷണലിസം വന്നാലും മനോരമയുടെ മറ്റൊരു വിഷയത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. പിണറായി വിജയനിലേക്ക് തിരികെ വന്നാൽ അദ്ദേഹം ഇപ്പോൾ സുഖസൗകര്യങ്ങളിൽ ജീവിച്ച് ശീലിച്ചു പോയി. അദ്ദേഹത്തിന്റെ മക്കൾ ഒരിക്കലും ദാരിദ്ര്യം കണ്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ പത്നിയെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പോൾ ദാരിദ്ര്യത്തിൽ നിന്ന് വന്നവരാണ്. കാരണം എൻ്റെ അറിവിൽ ഇവരാരും ജോലിയൊന്നും ചെയ്തിട്ടില്ല. പിണറായി വിജയന്റെ പത്നി ടീച്ചറോ മറ്റോ ആയിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഈ അടുത്തിടയ്ക്ക് ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്നത് കേട്ടു അദ്ദേഹത്തിന്റെ അധ്യാപികയായിരുന്നു എന്ന്. പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബീഡി തെറുപ്പ് ജോലിയായി കൊണ്ട് നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അടിസ്ഥാനപരമായിട്ട് എം വി രാഘവന്റെ ഒരു ശിഷ്യനായിരുന്നു. ശിഷ്യൻ എന്നുള്ളത് ഒരു ആലങ്കാരികമായി പറയുന്നതാണ്. എം വി രാഘവന്റെ ഗുണ്ടയായിരുന്നു പിണറായി വിജയൻ. അതിനുശേഷം പിണറായി വിജയൻ പാർട്ടിയിൽ ഉയർന്നു വരുന്നത്, പാർട്ടിയിൽ പ്രമുഖ സ്ഥാനത്തേക്ക്, അതിനു മുമ്പ് തന്നെ MLA ഒക്കെ ആയിട്ടുണ്ട്, എന്നാൽ പോലും പാർട്ടിയിൽ ഒരു പ്രമുഖ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത് എം വി രാഘവനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താക്കി എം വി രാഘവനെ ആക്രമിക്കുവാനും കൊലപ്പെടുത്തുവാനുമുള്ള സംഘത്തിന്റെ നേതൃസ്ഥാനം വഹിക്കുന്നതിലൂടെയാണ്. സ്വന്തം ഗുരുവിനിട്ട് തന്നെ കാലുവാരിയ. സാമൂഹ്യ മാധ്യമങ്ങളിൽ എം വി രാഘവന്റെ പഴയ അഭിമുഖങ്ങൾ ഇപ്പോഴും ലഭ്യമായിരിക്കും. എനിക്കെന്തെങ്കിലും അപകടം സംഭവിക്കുമോ, ഞാൻ കൊല്ലപ്പെടുമോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് എൻ്റെ പഴയ ശിഷ്യൻ പിണറായിക്കാണെന്ന് എം വി രാഘവൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അതായിരുന്നു പിണറായി വിജയന്റെ ചവിട്ടുപടികൾ. പിന്നെ ബെർലിൻ കുഞ്ഞനന്ദൻ നായരും പിണറായി വിജയനോട് അടുത്തിടപഴകിയിട്ടുള്ള ആളുകളെല്ലാം പറഞ്ഞിട്ടുള്ളത് എല്ലാ കാലത്തും വളരെ ഭയപ്പാടോടുകൂടി മാത്രം എന്നും ഓരോ നിമിഷവും തള്ളി നീക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു പിണറായി വിജയൻ. തന്നെയുമല്ല, അടിസ്ഥാനപരമായിട്ടൊരു സുഖിമാനുമായിരുന്നു. എപ്പോഴും പറയാറുണ്ടല്ലോ, കളിയാക്കി പറയുകയാണെങ്കിൽ നെയ്മീൻ കൂട്ടിയാൽ മാത്രമേ അദ്ദേഹത്തിന് ഒരു വറ്റ് തൊണ്ടയിൽ നിന്ന് താഴേക്ക്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ അടുത്താണെന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയത് ഇല്ലേ, നവകേരള ബസ് വരെ ലിഫ്റ്റ് വെച്ച് കയറാനുള്ള. പക്ഷെ ഇപ്പോഴും അദ്ദേഹത്തിന്റെ ഒരു അടിസ്ഥാന സ്വഭാവത്തിന് മാറ്റമൊന്നും വന്നിട്ടില്ല. കാരണം ഒന്ന് അല്പനർത്ഥം കിട്ടിയാൽ കുറച്ച് കുറഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പൊ ഈ കേസും കൂടെ ഒക്കെ വന്നോണ്ടായിരിക്കാം കുറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പുള്ളി എത്രയൊക്കെ വിനയം വാരി മുഖത്ത് തേക്കിയിട്ടുണ്ട്. എന്നാൽ പോലും ഇടയ്ക്കിടയ്ക്ക് ആ ഉള്ളിലെ ഫ്രോഡ് പുറത്ത് ചാടുമെന്ന് പറഞ്ഞു സുരാജ് വെഞ്ഞാറമ്മൂട് പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഈ വടിയും കൊണ്ടൊന്നും ഇവിടെ നിൽക്കട്ട, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. എന്നിട്ടോ
അന്ന് വൈകുന്നേരം കൈരളി TV പറയും പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം ആരും സംപ്രേഷണം ചെയ്യുന്നില്ല, 6 മിനിറ്റൊക്കെയാണ് സംപ്രേഷണം ചെയ്യുന്നത്. ഇത് രണ്ടും കൂടി ഒത്തുപോകില്ല സാർ. കാരണം ഈ വടിയും കൊണ്ട് നിൽക്കുന്നവരോട് സംസാരിക്കണം. കാരണം വടിയും കൊണ്ട് നിൽക്കുന്നവരെ ആട്ടിയും തുപ്പിയും മാധ്യമപ്രവർത്തകരെയും പറയണം. കാരണം ഒരു 10 വർഷങ്ങൾ അദ്ദേഹത്തിന്റെ പുറകെ നടന്ന ആട്ടും തുപ്പും കേൾക്കുന്ന ഒരു സുഹൃതമാണെന്ന് കരുതി നിൽക്കുന്ന ഈ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിൽ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ആത്മരോഷത്തോടു കൂടി പറയുന്നത് കേട്ടു. മാധ്യമ പ്രവർത്തകരെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ 10 വർഷം പിണറായിയുടെ ആട്ടും തുപ്പുമേറ്റ് പൊന്നാലെ നടന്നിരുന്നവരാണ് അവർ. പിണറായി വാഴ്ത്തുപാട്ട് പാടിയിരിക്കുന്നവരാണ്. ഇദ്ദേഹം ഫീൽഡിൽ വടിയും പിടിച്ച് പോകാറില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഈ വടിയും പിടിച്ച് പോകുന്നവർ വാങ്ങുന്ന ആട്ടും തുപ്പും ഡെസ്കിലിരുന്ന് ഉൾപ്പൊളകത്തോടു കൂടി പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള കക്ഷിയാണ് ഇദ്ദേഹവും. അതുകൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് കിട്ടുന്നതിലും നേരത്തെ പറഞ്ഞ പോലെ സന്തോഷമേ ഉള്ളൂ. പക്ഷേ അവരിൽ ഒരു 90% പേരും അത് അർഹിക്കുന്നു. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് നട്ടല് പണയം വെച്ചിട്ടാണ്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാണുമ്പോഴത്തേക്കും നട്ടല് പണയം വെച്ചൊരവസ്ഥയിലേക്ക് അവരെത്തും. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ധൈര്യത്തിലും ധാർഷ്ട്യത്തിലുമാണ് ഇപ്പോഴും താൻ എന്തൊക്കെയോ രാജാവാണെന്നുള്ളൊരു ഭാവം ഉള്ളിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തിന് എവിടെയോ കിടപ്പുണ്ട്. തന്നെയുമല്ല അദ്ദേഹത്തിൻ്റെ പിന്നിലുള്ള ഈ ശക്തികളുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഈ സാമ്പത്തിക സ്രോതസ്സുകൾ, ഇത്തരത്തിലുള്ള സംരക്ഷണം നൽകുന്ന ആളുകൾ, അത് വളരെ ശക്തരാണെന്നുള്ളൊരു ബോധ്യം അദ്ദേഹത്തിനുണ്ട്. അവരെല്ലാ കാലവും തന്നെ സംരക്ഷിച്ച് പിടിക്കുമെന്നുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ടെന്ന് തോന്നുന്നു. എന്നാൽ പോലും ജീവിതത്തിൽ ആദ്യമായിട്ട് പിണറായി വിജയൻ പ്രത്യക്ഷമായി ഒരു ആശയക്കുഴപ്പത്തിലാണ്, ഒരു ഭയപ്പാടിലാണ്. കാരണം പലപ്പോഴും അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ ഭയപ്പാട് നിഴലിച്ച് കാണുവാനുണ്ട്. അതൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ അദ്ദേഹം ധൈര്യം സംഭരിച്ച് പറയുവാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കൂ, ബാലഗോപാൽ സഭയിൽ വെച്ച് ഇതിന് പ്രതിപക്ഷ നേതാവ് ഉത്തരം പറയേണ്ടതാണ്. എല്ലാത്തിനും അവർ പറയുന്നത് കേട്ട് സമ്മതിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പിണറായി വിജയന്റെ പ്രതാപകാലത്ത്, പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായാലും ശരി, മുഖ്യമന്ത്രി ആയാലും ശരി, ഒരു പദവിയും ഇല്ലാതെ പാർട്ടിയിലെ മുതിർന്ന നേതാവായാലും ശരി, ബാലഗോപാലിന് അതിന് ധൈര്യം വരില്ല. പിണറായി വിജയന്റെ ക്ഷയം തുടങ്ങിക്കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇത് കാണിക്കുന്നത്. ഒരുപക്ഷെ നേരിട്ട് ശപിച്ചില്ലെങ്കിൽ പോലും IP വിനുവിനെ പോലെയുള്ള ആളുകളുടെ ഒരു ശാപമോ പ്രാക്കോ, തിരുവനന്തപുരം ഭാഷയിൽ പറഞ്ഞ പ്രാക്കോ ഒക്കെ ആയിരിക്കാം. പക്ഷെ ആ ഒരു ക്ഷയകാലം എന്നുള്ളത് കാലത്തിന്റെ നീതിയാണ്. വീണാ വിജയൻ അതിൻ്റെ ഒരു കാരണമാകുന്നു എന്നുള്ളത് കുറെ കൂടി ഒരു ഡബിൾ കാവ്യ നീതിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഒരു പരിധി കഴിഞ്ഞ്, പ്രത്യേകിച്ച് 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും മകളെ നിനക്കായി എന്നുള്ള തരത്തിലായിരുന്നു. മകനൊരാളുണ്ട് ഇതിന്റെ പുറകിൽ, അത് വലിയൊരു ദുരൂഹ ചിത്രമാണ് അതിന്റെ പിന്നിൽ. അതൊരു പ്രത്യേകിച്ചൊരു വിഷയമായിട്ട് തന്നെ സമയമില്ലാത്തതുകൊണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് BJP നേതാക്കളൊക്കെ ഇതിനെ വല്ലാതെ പരിഹസിച്ചിട്ടുണ്ട് ഈ IP വിനുവിന്റെ. അതെ, യുവരാജ് ഗോകുൽ ചേട്ടൻ അതുപോലുള്ള ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വിഷയത്തെ വല്ലാതെ പരിഹസിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യാൻ, കേട്ടോണ്ടിരിക്കാനല്ലാതെ കമ്മ്യൂണിസ്റ്റുകാർക്ക്, അണികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാധാരണഗതിയിൽ BJP-ക്കാരോ RSS-കാരോ എന്തെങ്കിലും ഒരു പരിഹാസം മുന്നോട്ട് വെച്ചാൽ അവർ, പിന്നെ അണികൾക്ക് പിന്നെ പുതിയ ക്യാപ്സൂൾ ഇറക്കാവുന്നതേ ഉള്ളൂ. അവർ ഇറക്കിയിരിക്കുന്ന ക്യാപ്സൂൾ എനിക്ക് തോന്നുന്നു സുഗതൻ ചേട്ടൻ, R സുഗതൻ അവർ VIP പരിഗണന കൊടുക്കുന്നു. R സുഗതന് VIP പരിഗണന കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ R സുഗതൻ കൗൺസിലറാണ്, ജനങ്ങൾ തിരഞ്ഞെടുത്ത് അയച്ചതാണ്. IP വിനു പാളയം മാർക്കറ്റിലെ ഒരു ഗുണ്ടയാണ്. എന്ത് ചെയ്യാനൊക്കെ ആ ഒരു വ്യത്യാസം. IP വിനുവിനെ നിർത്തി കൗൺസിലറാക്കി ജയിപ്പിക്കുക, അല്ലെങ്കിൽ MLA ആക്കും. പക്ഷെ പിണറായി വിജയൻ അതിന് സമ്മതിക്കുമോ? ഇത്തരത്തിലൊരു അവിടെയും തന്റെ ഉറ്റവരെ തിരികെ കയറ്റാനേ ശ്രമിക്കുള്ളൂ ഈ കഴിഞ്ഞ സ്ഥാനാർത്ഥി നിർണയം പോലെ. പക്ഷെ എന്തായാലും ഈ പറഞ്ഞ പോലെ അണികൾക്കിപ്പോൾ ക്യാപ്സ്യൂൾ കൊടുത്താൽ പോലും സാധാരണഗതിയിൽ BJP-കാരോ RSS-കാരോ പിണറായി വിജയനെതിരെ പാർട്ടിക്കെതിരെ ഒരു വിമർശനം ഉന്നയിച്ചാൽ, കാര്യമുള്ള കാര്യമാണെങ്കിൽ പോലും അവരതിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെയൊക്കെ താഴെ വന്ന് നല്ല രീതിയിൽ ഒരു 10 അസഭ്യമെങ്കിലും പറഞ്ഞിട്ട് പോവുകയാണ്. ഇപ്പോൾ അവർക്ക് അതിനുള്ള ഊർജം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ. കാരണം അവർക്ക് തന്നെ അറിയാം എന്തിനു പറയണം. IP വിനു അകത്ത് കിടക്കുന്നു, ആർക്ക് വേണ്ടിയിട്ട്, എന്തിനു വേണ്ടിയിട്ട്? അവർക്ക് നാളെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആരും ഇല്ല വരും. കാരണം അത് തീർച്ചയായിട്ടും ചിന്തിക്കും. കാരണം അടുത്ത IP വിനു താനാണ് എന്നുള്ളത് പലർക്കും അറിയാം. അത് ഏത് തരത്തിലും, നന്മയ്ക്കായാലും തിന്മയ്ക്കായാലും, പാർട്ടി സംബന്ധമായിട്ട് പറയാം. പക്ഷെ എന്തായാലും പാർട്ടിയുടെ നില പരിതാപകരമാണ്. അതിന്റെ ഏക കാരണം പിണറായി വിജയനുമാണ്. പാർട്ടിയോട് ഒരു സ്നേഹവുമില്ല. പക്ഷെ പറയുകയാണ്, പാർട്ടിക്ക് എന്തെങ്കിലും ഒരു തരത്തിലൊരു മൈലേജ് ഇനിയൊരു മുന്നോട്ടുള്ള പോക്കിനുണ്ടാകണമെന്ന് പാർട്ടിയിൽ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം കാരണഭൂതന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. ഏതെങ്കിലും ചെങ്ങന്നൂരോ കൊടുങ്ങല്ലൂരോ കൊണ്ട് പാലയിലോ മറ്റോ അടിച്ചു നിറച്ച് അവിടെ അങ്ങ് സ്ഥാപിക്കണം. ഈ തനിക്ക് ശേഷം പ്രളയമെന്ന് പറഞ്ഞിരിക്കുന്ന കാരണവന്മാരെ അങ്ങനെ വേണം കൈകാര്യം ചെയ്യാൻ.
ചത്താലും പോകൂല എന്ന് പറഞ്ഞ ചത്താലും പോകില്ല. അഥവാ താൻ പോയാൽ ഇതിനെയും കൊണ്ടേ പോകും. ചില ബാധകൾ അങ്ങനെയാണ്. സുരാജ് പറഞ്ഞ ഞാൻ പോവില്ല പോകില്ല എന്ന് പറഞ്ഞാൽ അഥവാ പോയാലും കൊണ്ടേ പോകും. അങ്ങനെയുള്ള അടയാളങ്ങൾ കാണിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ ഗോവിന്ദൻ മാഷ് പിന്നെ സുരക്ഷിതനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ചാരിയിരിക്കുന്ന പടി മിന്നൽ വേഗത്തിൽ അങ്ങ് അപ്രത്യക്ഷനാവും. കാരണം എന്നിട്ടൊരു ചിരിയും കാണിക്കുക. അതല്ല ചേട്ടാ, വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം എം വി ഗോവിന്ദനെ അടൂരുള്ള ഏതോ ഏരിയ കമ്മിറ്റിയിലാണ് അത് കളിയാക്കി. അതായത് പുള്ളിക്കാരന്റെ പ്രസംഗം എന്ന് പറയുന്നത് ഏതൊരു സിനിമാ പാട്ട് പോലെയാണെന്ന്, ചാം ചക്ക ചൂൺ അതേപോലെയാണ് പുള്ളിക്ക് സംസാരിക്കാനേ അറിഞ്ഞു. എന്തെങ്കിലും സംസാരിച്ച് അതൊരു വള്ളിക്കെട്ടാണെന്നുള്ള രീതിയിൽ. അപ്പൊ അതിപ്പോ ഗോവിന്ദ മാഷ് എന്ത് ചെയ്യാം? ഞാൻ പറയുന്നത് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോളാം. അല്പസ്വല്പ ബുദ്ധിയുള്ള ഒരു അടിമയാണ് അദ്ദേഹം. കാരണം അദ്ദേഹം എന്താ ചെയ്തത്? ഇത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം കുറച്ച് ദിവസമായിട്ട് എന്തോ സൈലന്റ് ആണ്. ഇനി ഇപ്പൊ ഇറങ്ങിയിട്ടില്ല. അത് ഏതെങ്കിലും ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞാണ്, മേല മൈക്കിന്റെ മുമ്പിൽ പോയാൽ ഞങ്ങൾ ഞങ്ങളുടെ സ്വഭാവം തന്നെ നിങ്ങളോട് കാണിക്കുക. അതിനു മുമ്പ് അദ്ദേഹം എന്താ ചെയ്തത്? ഈ ട്രോളന്മാർ വന്നു ജില്ലാ കമ്മിറ്റികളിലൊക്കെ ഈ തിരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം വിമർശനങ്ങൾ ഉയർന്നു തുടങ്ങിയപ്പോൾ അദ്ദേഹം എന്താ ചെയ്തത്? ഈ ട്രോളുകളെല്ലാം അദ്ദേഹം തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നങ്ങ് പറഞ്ഞു, എനിക്കിങ്ങനെ പ്രസംഗത്തിന് കുഴപ്പമുണ്ട്, എന്റെ വീട്ടിൽ എന്റെ മകൻ പോലും പറയാറുണ്ട് കണ്ണാടിയിൽ നോക്കാറില്ലേ എന്നുള്ളത്. അത് അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിരായുധീകരണമാണ് അദ്ദേഹം ശ്രമിച്ചത്. പക്ഷെ പാർട്ടി സഖാക്കൾക്ക് ഈ തോറ്റതിന്റെ സമാധാനം വീട്ടിൽ പോലും ഇപ്പോഴും അവരുടെ ആ തോറ്റതിനുള്ള ഒരു കാരണം കണ്ടുപിടിച്ചിട്ടില്ല. അവരിങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഓരോ ഇവര് ഇതിന്റെ അകത്തുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പാർട്ടി അണികളുടെ ഇടയിലുള്ള അമർഷം അവർ തോറ്റതിലുള്ള ഒരു മനോവിഷമം മാത്രമല്ല. ഇവരിൽ പലരും ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെട്ടിട്ടുള്ള പലരും അടുത്ത മൂന്നാം പിണറായി സർക്കാർ വന്നു കഴിഞ്ഞാൽ തുടരേണ്ട പല കോൺട്രാക്റ്റുകളും ഈ കോൺട്രാക്ട് ബേസിസിൽ ജോലി കൊടുക്കുമല്ലോ പിള്ളേർക്ക്. അങ്ങനെയാണല്ലോ ഈ പാർട്ടിയിൽ അണികളെ നിർത്തുന്ന ഒരു തന്ത്രം. അത്തരത്തിലുള്ള ജോലികൾ പലർക്കും വാഗ്ദാനം ചെയ്ത് ഇനി പുതുക്കി കൊടുക്കാം, നമ്മുടെ സർക്കാരിലെ വരുന്നത് നമുക്ക് പുതുക്കി തരാം എന്നുള്ള രീതിയിൽ ലക്ഷക്കണക്കിന് രൂപ പണം വാങ്ങിയിട്ടുണ്ട്. അതിന് സമാധാനം പറയണം. ഉറപ്പായിട്ടും ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും പാളിച്ച പറ്റിയിട്ടുണ്ട് എന്ന് അവർ തുറന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ജയിക്കുമെന്നുള്ള ഉറപ്പ് കൃത്യമായിട്ട് അവർക്ക് കൊടുത്തിരുന്നു. എന്ത് വന്നാലും ഒരു 2 സീറ്റിന്റെങ്കിലും ഭൂരിപക്ഷത്തിൽ നമ്മൾ തന്നെ തിരിച്ചു വരും, നമ്മളല്ലാതെ മറ്റാര് എന്നുള്ള രീതിയിൽ അവരെയും പറഞ്ഞു പറ്റിച്ചിരുന്നു. അതാണിപ്പോൾ ക്യാപ്ഷൻ വരെ തെറ്റാണെന്ന് മറ്റേ ആരാണ് നമ്മുടെ എറണാകുളത്തുള്ള മുൻ വ്യവസായ മന്ത്രി ഉണ്ടല്ലോ, എന്തായിരുന്നു, പി രാജീവ് പറഞ്ഞിരുന്നല്ലോ. രാജീവ് അത് പറഞ്ഞത് ക്യാപ്ഷൻ തെറ്റാണെന്നാണോ അതോ ക്യാപ്ഷനെ അങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ലെന്നാണോ എന്ന് രാജീവിന് പോലും മനസ്സിലാവാറില്ല. അത് എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് തമ്പുരാൻ അറിയാം. തമ്പുരാനിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ലാത്തത് കൊണ്ട് അതിനും സാധ്യതയില്ല. അത് ഒരു വഴിക്ക് കിടക്കും. പക്ഷെ പിന്നെ ഒരു കാര്യമുണ്ട്, ഈ രാജീവൊന്നും ഇതിൽ പ്രസക്തനേ അല്ല. കാരണം രാജീവൊക്കെ സ്വയം വിചാരിക്കുന്നതും രാജീവിനെയൊക്കെ ഈ ഒരു സംസാരം ചതുരവടിയിലുള്ള സംസാരം കാണുമ്പോഴും ജനങ്ങളിൽ ചിലരെങ്കിലും വിചാരിക്കുന്നു രാജീവ് എന്തോ പാർട്ടിയിൽ വലിയ സംഭവമാണെന്ന്. രാജീവ് ഒന്നും ഒരു വിഷയമേ അല്ലെന്നേ. ഇപ്പോൾ പാർട്ടിയിൽ പ്രശ്നവും വിഷയവും പിണറായി സഖാവും ഗോവിന്ദൻ സഖാവുമാണ്. MA ബേബിക്ക് ഇത് എങ്ങനെയെങ്കിലും ഇതിനെ രണ്ടിനെയും ഒന്ന് ഒരു പുറത്ത് കളയാനുള്ള ഒരു വാതിൽ കിട്ടിയാൽ കളയും. കാരണം ബേബിക്ക് പഴയ പല കണക്കുകളും തീർക്കാനുണ്ട്. സ്വരലയ തുടങ്ങി ബേബി ഇവിടുന്ന് നാട് കടത്തിയ കണക്ക് മുതൽ പലതും തീർക്കാനുണ്ട്. പക്ഷെ പ്രത്യക്ഷത്തിൽ അതിപ്പോൾ പറയാൻ സാധിക്കില്ല. ബേബി സഖാവ് എനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യയിലേക്ക് പോവാണ്. ഇന്നലെ പറയുന്നുണ്ടായിരുന്നു ബംഗാളിലോ മറ്റോ പോവാണെന്ന് പറയുന്നില്ല. അപ്പൊ അതെല്ലാം വന്നു കഴിഞ്ഞിട്ടായിരിക്കും. ബംഗാളിൽ സുരക്ഷിതമായിട്ട് പോകാനുണ്ട്, അടി കിട്ടാതെ പോകാനുണ്ട്. അഖിലേന്ത്യാ നേതാവാണല്ലോ. നേരത്തെ ചെന്നിറങ്ങിയ മമതാ ദീദി മുട്ടുകാല് തല്ലി ഓടിക്കുമായിരുന്നു. ഇപ്പൊ സന്തോഷമായിട്ട് പോയിട്ട് അവിടെ പോയി ബംഗാളി ഭക്ഷണമൊക്കെ കഴിച്ച് സന്ദേശമൊക്കെ കഴിച്ച് മധുരപലഹാരങ്ങളൊക്കെ അടിച്ച് നമുക്ക് സുഖമായിട്ട് വരാം. പാർട്ടി ഓഫീസുകളിൽ 1-2 തുറന്നിട്ടുണ്ട്. അവിടെയൊക്കെ പോയി കിടന്നുറങ്ങി ചിത്രം എടുത്തിട്ട് മറ്റേ അധകൃത വർഗത്തിന്റെ കൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ കൂടെ എന്നൊക്കെ പറഞ്ഞ് സെൽഫിയൊക്കെ എടുത്ത് കൊടുക്കാം. നേരത്തെ പറയാൻ അവിടെ എയർപോർട്ടിൽ ചെന്നിറങ്ങിയ മമത മുട്ടുകാല് തല്ലി ഓടിക്കുമായിരുന്നു. സമാധാനമായിട്ട് പോവാമല്ലോ. എന്തായാലും ഒരു തീരുമാനമാവും ഉടനെ പാർട്ടിയുടെ കാര്യത്തിൽ ഉടനെ ഒരു തീരുമാനമാവും. എന്റെ ആകെയുള്ള ഒരു ഭയം അതിനു മുമ്പ് ഇവന്മാര് കേരളത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും. കാരണം അതിന്റെ എന്തെങ്കിലും ഇവന്മാർക്ക് ഒരു കുഴപ്പം വരുമ്പോൾ ഉടനെ ഇവന്മാര് പിള്ളേരെ തെരുവിൽ ഇറക്കി വിട്ടിട്ട് കണ്ടവന്റെ കണ്ണെറിഞ്ഞു പൊട്ടിക്കാനും തല തല്ലി പൊട്ടിക്കാനുമായിട്ട് ഇറക്കി വിടും. അതിനായിട്ടാണെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചതുപോലെ കുറെ ഇടി വീഴുന്നവന്മാര് SFIക്കകത്തുണ്ട് താനും. അതെ, ഇവര് കഴിഞ്ഞ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ എന്തോ ബ്ലേഡും കൊണ്ടൊക്കെ വന്നു എന്ന് പറഞ്ഞത്. എന്നിട്ട് KSUകാരാണ് കൊണ്ടുവന്നെന്ന് പറഞ്ഞപ്പോ അവിടെയും പിടി വീണു. അത്
അല്ലല്ല KSUകാർ പോക്കറ്റ് അടിക്കണമെങ്കിൽ അവന്മാർ കലാപരമായിട്ടേ അടിക്കുള്ളൂ. ഇവന്മാരാണ് ഈ പോക്കറ്റ് അടിക്ക് പോകുന്നതിന്റെ മറ്റേ പാർട്ട് ടൈം ജോലിയുടെ ആയുധങ്ങളുമായിട്ട് പ്രക്ഷോഭത്തിനെത്തിയാണ്. എന്നിട്ട് അത് ആ ക്യാപ്സൂൾ പോയപ്പോഴത്തേക്ക് അടുത്ത ചെളിവെള്ളം ദേഹത്തൊഴിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി സഖാവ് കുപ്പിയും കൊണ്ടുവരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ VD സതീശനോട് എനിക്കുള്ള അമർഷത്തിന്റെ ഒരു പ്രധാന കാരണം അതാണ്. ചെളിവെള്ളമായിരുന്നു അവിടെ ഉപയോഗിക്കേണ്ടിയിരുന്നത്. ചെളിവെള്ളമല്ല, ആമേഴഞ്ചാൻ തോട്. അത് ആ മേയറുമായിട്ടൊരു കൊളാബറേഷനിൽ ആമേഴഞ്ചാൻ തോട് വൃത്തിയാക്കുക. അതിലെ വെള്ളം എന്ത് ചെയ്യും? കുഴപ്പമില്ല, മറ്റേ വരുണിലോട്ട് നിറയ്ക്കുക. SFIയുടെ പ്രകടനം വരുമ്പോൾ മറ്റേ ഒരു 2-3 ഉണ്ടല്ലോ, എന്താണ് അവരുടെ പേര്? ഇപ്പൊ ഒരു മുമ്പ് ആർഷോയായിരുന്നു. ആർഷോയേക്കാൾ ഒരുപടി മുമ്പിൽ നിൽക്കുന്ന ഒരു പിൻഗാമിയുണ്ട്, നമ്മുടെ മീനാക്ഷിയുടെ ക്രഷ് ശിവപ്രസാദ്. എന്തോ ഒരു പ്രസാദ്, ശിവപ്രസാദാണെന്ന് തോന്നുന്നു. അവന്റെയൊക്കെ വായിലേക്ക് ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവന്റെയൊക്കെ പ്രശ്നം പകുതി മാറി കിട്ടും. കാരണം ഈ കെട്ടൊന്നിറങ്ങും ഇതിന്റെ. കാരണം ഇത് ചെല്ലുമ്പോഴത്തേക്ക് കൗണ്ടർ ആക്ട് ചെയ്യില്ല. വിഷത്തിനോട് പൊരുതില്ല, ഉള്ളിലുള്ള വിഷത്തിനോട് ഇത് പൊരുതി ഒരു വരും എന്നാണ് എന്റെ ഒരു വിനീതമായ അഭിപ്രായം. അതൊന്ന് പരിഗണിക്കാവുന്നതാണ്. കാരണം ഈ ഓപ്പറേഷൻ തൂഫാനൊക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് അവകാശപ്പെടാം. കാരണം ഇതൊരു പ്രതിരോധ മരുന്നായി ഞങ്ങൾ ഉപയോഗിക്കാൻ പോവുകയാണ് ഇനി മുതൽ. ഇത് തെളിയിക്കാം, ഒരു പരീക്ഷണമാണെന്ന് ശ്രമിച്ചു നോക്കാൻ നല്ലതാണ്. പക്ഷെ യുവമോർച്ചയുടെ അടുത്ത് ഇത് ചെയ്തു കഴിഞ്ഞാൽ യുവമോർച്ച SFI അല്ല. അതും കൂടി ഞാനിപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയൊക്കെ അറ്റ് യുവർ ഓൺ റിസ്ക് എല്ലാം. എന്തായാലും ചേട്ടാ, നമ്മള് IP ബിനുവിന്റെ വിഷയത്തിലാണ് തുടങ്ങിയത്. എന്തായാലും IP ബിനുവിന്റെ കാല് പോവും, ബക്കറ്റ് പിരിവ് നടത്തും. അതേതാണ്ട് ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്ന സാധനമാണ്. IP ബിനുവിന്റെ പോയ കാലിനൊരു 50 രൂപ എന്ന് പറഞ്ഞ് ചുവന്ന ബക്കറ്റുമായിട്ട് ഇറങ്ങും. ഓക്കെ, അപ്പം എന്തായാലും ഇനി വരുന്ന ഒരു സമയത്ത് പിണറായി വിജയനും മകളും കരുതിയിരിക്കണം. പിണറായി വിജയൻ എന്നാലും പെട്ടു. ടാങ്കോ നീ അറിഞ്ഞോ ഞാൻ പെട്ടു എന്നൊരവസ്ഥയിലാണ്. അപ്പൊ നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം. അതുകൊണ്ട് നിങ്ങൾ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, തത്തുമൈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പറ്റുമെങ്കിൽ വീണാ വിജയനിൽ എത്തുന്നത് വരെ ഷെയർ ചെയ്യണം. അതെ, കാരണം അങ്ങനെ ഷെയർ ചെയ്യണം. കാരണം ആത്മാർത്ഥത കാണിക്കൂ. കാരണം ഈ IP ബിനുവിന് വീണാ വിജയനോട് ഇത്ര ആത്മാർത്ഥത കാണിക്കാമെങ്കിൽ നിങ്ങൾക്ക് വീണാ വിജയനോട് എന്താണ് ഇത്ര ഒരു വിരോധം? പ്രേക്ഷകരോട് എനിക്ക് ചോദിക്കാനുള്ളത് അതാണ്. അതുകൊണ്ട് വീണാ വിജയനിൽ എത്തുന്നത് വരെ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നിങ്ങളുടെ കമന്റുകൾ അഭിപ്രായപ്പെടുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൊത്തത്തിലേക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ പരിപാടി കാണിക്കരുത്, ക്യാപ്സ്യൂളിന്റെ പേരിൽ അസഭ്യം പറയരുത്. അതെ, അഭ്യർത്ഥിക്കുന്നു. അപ്പം നന്ദി. നമസ്കാരം.